ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രോസ് കട്ടിംഗ് ബ്ലൗസ് അഥവാ നമ്മൾ പ്രിൻസസ് കട്ട് എന്നൊക്കെ പറയും. ഈ ബ്ലൗസ് എങ്ങനെയാണ് മെഷർമെന്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള ലെങ്ത് എടുക്കുക, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. നമ്മൾ ആദ്യം ബാക്ക് സൈഡാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 6.5 ആ 6.5 നമ്മൾ ഇവിടെയും മാർക്കിങ് കൊടുക്കണം. ആ 6.5 തന്നെ നമ്മൾ റിഗാളായിട്ടും കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ റിഗാളിന് 6.5 എടുക്കലില്ല, 6 എടുക്കാറുള്ളൂ. ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന് നമ്മൾ ക്രോസ് കട്ടിങ് ബ്ലൗസിന് നമ്മൾ 6.5 തന്നെ എടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഷോൾഡറും 6.5 റിഗാളും 6.5. അതേപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. 40 ബോഡി മെഷർമെൻ്റ് ഉള്ള ആളുടെ ചെസ്റ്റ് അളവാണ് പറയുന്നത്. 40നെ 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ 40 ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് എടുക്കുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. 10 ഉള്ളത് നമ്മൾ 11 എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 10 മാർക്കിംഗ് കൊടുക്കുക, എന്നിട്ട് 11 ഒരു മാർക്കിംഗ് കൊടുക്കുക, ശേഷം 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൈന് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കോർണർ ഉണ്ടല്ലോ, നമ്മളെ റിഗാളിൻ്റെ ഈ കോർണറിൽ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതെന്തിനാ ചോദിച്ചാൽ നമുക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് റിഗാളിൻ്റെ ഭാഗത്തിലൂടെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വരച്ചെടുക്കുന്നത്. ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് തയ്യൽ തുമ്പാണ്, മടക്കിയടിക്കാനുള്ളതാണ് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് നമുക്ക് മുകളിലും പോകും. അങ്ങനെയാണ് 1.5 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, നമുക്ക് ഇവിടെ വരുന്ന മെഷർമെൻറ്റ് 8.5 വരിക. 34 വയസ്സ് റൗണ്ട് വരുമ്പോൾ നമുക്ക് 4 കാണുമ്പോൾ 8 വരിക. അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ്, അപ്പോൾ 7 മാർക്ക് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ടിങ് ലൈനും സ്റ്റിച്ചിങ് ലൈനും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡും അഥവാ നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യാണ്ട്. അപ്പോൾ നെക്ക് ലെങ്ത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ അളവാണ് ജസ്റ്റ് ഒന്ന് എടുക്കുന്നത്, 2.5 ഇഞ്ച്. നമുക്ക് ബാക്കിൽ ഇത്ര തന്നെ വേണ്ട, പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 6 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് വിടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണെന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇനി ബാക്ക് സൈഡും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് എഴുതി കൊടുക്കുക 2.5. ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ 2.25 നെക്ക് വിടുത്തെടുക്കേണ്ടത്, മുകളിൽ 2. ഷോൾഡർ 6.5, റിഗാൾ 6.5. ജസ്റ്റ് നമ്മൾ 10 + 1 11 + 1.5 അങ്ങനെ തന്നെ എഴുതി വെക്കണം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 8.5 കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് -1 ഇതാക്കിയിട്ട് 7 + 1.5. ആ നമ്മുടെ ഇഷ്ടമാണ് തയ്യൽ തുമ്പ്, അതും കൂടി മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമ്പർ, അതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് നെക്കും വിടുത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വെട്ടണ്ട, ബാക്ക് ജസ്റ്റ് നമ്മളൊരു 3 ഇഞ്ച് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ തുണി എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ബാക്ക് പീസ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് കറക്റ്റായിട്ടൊന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേ രീതിയിൽ ക്രോസ്, എങ്ങനെയാണ് ക്രോസ് കിട്ടുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രോസ് കിട്ടണം, ആ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിനാണ് നമ്മൾ മാർക്ക് ചെയ്തത്. നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്താലും നമുക്ക് ബാക്ക് വശത്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ സ്കെയിൽ കൊണ്ട് തന്നെ വരക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു മാർക്കിങ് കൊടുക്കുക.
റിഗാളിൻ്റെ ഭാഗത്തും മാർക്കിങ് കൊടുക്കുക. എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റായിട്ട് മാർക്കിങ് കൊടുക്കുക. നമ്മൾ ആ സ്കെയിൽ കൊണ്ട് കറക്റ്റായിട്ട് വരക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക. ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ 1 ഇഞ്ച് മടക്കി തയ്ക്കാനുള്ള ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ഏതൊരു തുണിക്കും മടക്കി തയ്ക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്യുള്ളൂ, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ മുകളിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മടക്കി തയ്ക്കാനുള്ള 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ആംഹോൾ കർവ് ഉപയോഗിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാലാണ് നമ്മൾ മെയിനായിട്ടുള്ള അളവിട്ട് കൊടുക്കേണ്ടത്. നമ്മളുടെ ആംഹോൾ റിഗാൾ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഭാഗത്ത് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ മെയിനായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസിന്, ക്രോസ് കട്ടിങ് ബ്ലൗസിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അളവ്. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യാം. ഷോൾഡർ സെൻറ്റർ മാർക്ക് ചെയ്താലുള്ളൂ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കണക്കാക്കാൻ പറ്റുക, നമ്മുടെ ബെസ്റ്റ് പോയിന്റ്. ഈ ബെസ്റ്റ് പോയിന്റ് കണക്കാക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കണ്ടു നോക്കുക. ഇപ്പം നമ്മളൊരു 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ 9.5 മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 ഇഞ്ച് എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഈ 2 സൈഡുക്കും നമ്മളൊരു 1.25 വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ 1.25ൻ്റെ മെഷർമെൻറ്റും എങ്ങനെ കിട്ടുകയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 40 കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ 30 കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, ഈ മെഷർമെൻറ്റുകളൊക്കെ കാണുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ബിഗിനേഴ്സായ ആളുകളാവുമ്പോഴായിരിക്കും നമ്മളതൊക്കെ കാണാതിരിക്കുക. ഇനി നമ്മൾ ഇവിടേക്ക് 13 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഷോൾഡറിൽ നിന്ന് അണ്ടർ ബെസ്റ്റിലോട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ 13 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് നമുക്ക് 40 വന്നിട്ടുള്ളത്. അതിൽ നിന്ന് -1 ചെയ്തിട്ട് 9 മാർക്ക് ചെയ്യുക. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്ക് ഭാഗത്ത് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് കൂട്ടിയിട്ടായിരുന്നു എടുത്തിരുന്നത്. ഫ്രണ്ട് ഭാഗത്ത് അതേപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക, പിന്നെ ഒരു 1.5 ഇഞ്ചും. അതേപോലെ താഴ്വശത്ത് നമ്മൾ 8.5 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് കുറച്ചിട്ടായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. 8 ഉള്ളത് 7 മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ 8 ഉള്ളത് 9.5 മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക. ഒരിക്കലും നമ്മൾ ബാക്ക് സൈഡിൻ്റെ സെയിം മെഷർമെൻറ്റിൽ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യരുത്. അത് നമുക്ക് നെക്കിൻ്റെയും റിഗാളിൻ്റെ ഒക്കെ ഭാഗം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ മാർക്ക് ചെയ്തത്. ഇതിന് നമുക്ക് കട്ടിങ് ഒക്കെ പോവാണ്ട്, അതേപോലെ ടെക്ക് ഇടാണ്ട്, അതിനുള്ളൊക്കെ സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇനി നമ്മൾ ഈ റിഗാള് മാർക്ക് ചെയ്ത്, അതേപോലെ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത്, റിഗാള് മെയിനായിട്ട് നമ്മൾ 5 മാർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത്, ഈ അണ്ടർ ബെസ്റ്റ് പോയിന്റിൻ്റെ മെയിനായിട്ടുള്ള ടെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വീതി ആവശ്യമായിട്ട് വരും. അതിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് തുണി അധികമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ മെയിൻ ടെക്കിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മുടെ റിഗാളിൻ്റെ ഭാഗത്തോട്ടാക്കിയിട്ട് ജസ്റ്റ് നമ്മളൊരു മാർക്കിങ് കൊടുക്കാണ്ട്, ഇതേപോലെ നമ്മൾ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് മുകളിലോട്ടാക്കിയിട്ട് ഒരു 1.25 ഒരു മാർക്കിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടാ, ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡറിൽ നിന്ന് ഈ അണ്ടർ ബെസ്റ്റിലോട്ടുള്ള അളവ് നോക്കുക. ഷോൾഡറിൽ നിന്ന് പിടിച്ച് നോക്കുക. ഇവിടേക്കുള്ള അളവ് നമുക്ക് എത്രയാണ് വരുന്നത് നോക്കുക. 13. ഈ 13 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം, ഈ സൈഡിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ 13 നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ 13 മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 1.25 മുകളിലോട്ട് മാർക്ക് ചെയ്യാം.
എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ വലത് സൈഡിലും ഇടത് സൈഡിലും നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ താഴ്വശത്ത് വരുന്ന ഭാഗമാണ് നമുക്ക് ബെൽറ്റായിട്ട് വരിക. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരക്കണം. നമ്മൾ കൈ കൊണ്ട് വരക്കുമ്പോൾ തെറ്റിപ്പോവുന്നുണ്ട്. സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബനിയൻ ക്ലോത്ത് തുണിയായതുകൊണ്ട് നമ്മൾ പിടിച്ചെടുത്തൊന്നും കിട്ടൂല. അപ്പം നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നല്ല കോട്ടൻ്റെ തുണി തന്നെ വരച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ തുണിയിലൊക്കെ അടിക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ, കട്ട് ചെയ്യാനൊന്നും. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ടെക്ക് ഉണ്ടല്ലോ, ഈ ടെക്കിൻ്റെ ഈ മെഷർമെൻറ്റ് നമ്മൾ സ്കെയിൽ വെച്ച് വരക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. എങ്കിലുള്ളൂ നമ്മുടെ ബെൽറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെയാണ് ഇത് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്താലും മതി. ആ തുണി പേപ്പർ വെച്ചിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി വേസ്റ്റായി പോകില്ല. നമ്മൾ പേപ്പറിൽ വെട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും ചെയ്യും. നമ്മൾ തുണി നാശമാവില്ല. ഇപ്പോൾ ബിഗിനേഴ്സായ ആളുകളാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിഗാളിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തുണി ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ള ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ടെക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഭാഗം കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗമാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ബ്ലൗസ് തെറ്റിപ്പോകില്ല. നല്ല ഫിറ്റിങ്ങിന്, നല്ല കറക്റ്റിന്, നല്ല ബോഡി ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അത് ഇനി നമുക്ക് ഈ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്യാം. കണ്ട നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബെൽറ്റിൻ്റെ 2 സൈഡും നമുക്ക് നല്ല കറക്റ്റിൽ വീതിയിലൊക്കെ കിട്ടും. ചില ആളുകൾ പറയുന്നുണ്ട് നമുക്ക് ബെൽറ്റ് വീതി കിട്ടുന്നില്ല. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇടത് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇതൊരു പേപ്പറാണെന്ന് സങ്കല്പിക്കുക. തുണിയാകുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കുറയും. അപ്പോൾ നമ്മൾ ആ കുറയുന്ന ഭാഗം നമ്മൾ ഈ ഭാഗത്ത് വേറൊരു പീസിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇത് പേപ്പറാണെങ്കിൽ നമുക്ക് ഈ തുണി വേസ്റ്റ് ആവണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ തുണിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുണിയിൽ വെട്ടിയതുകൊണ്ടാണ് ആ പീസ് വേസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നീളം കൂട്ടിയെടുക്കണം. നമ്മൾ അവിടെ ഇതേപോലെ മടക്കിയടിക്കുമ്പോൾ ആ പീസ് പോകുമല്ലോ ഉള്ളിലോട്ട്, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണിയിൽ ഇങ്ങനെ കട്ട് ചെയ്തത്. ഇങ്ങനെ കൂടുതൽ തുണി ഉണ്ടെങ്കിലൊക്കെ നമുക്കിതൊക്കെ നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറിൽ ആദ്യം വെട്ടി നോക്കണം. എന്നിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ തുണിയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക നമ്മൾ കട്ട് ചെയ്ത പീസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസിൽ നമ്മൾ 8.5 + 9.5 + 1.5 തയ്യൽ തുമ്പ് കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത പീസുകളൊക്കെ നമുക്ക് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കുക. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഈ രീതിയിലാവും നമ്മൾ കട്ട് ചെയ്ത പീസുകൾ നമുക്ക് വരിക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോവാം. അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നുള്ള അന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം കൂടി നമ്മൾ ചേർത്ത് വെക്കുക. ചീത്ത വശത്തോട്ടാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. നമ്മൾ ചീത്ത വശത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ തുണിയിൽ നമുക്ക് പെട്ടെന്ന് നല്ല വശം ചീത്ത വശം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ വർക്കുള്ള തുണി ആയതുകൊണ്ട് ഇനി ഇതേപോലെ കറക്റ്റ് ആവുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കരുത്. അപ്പോൾ ഒരു ഭാഗം കയറിയിട്ട് ഒരു ഭാഗം ഇറങ്ങിയിട്ട് വരും. അപ്പം അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം തയ്ക്കാൻ.
നമ്മുടെ ഒരു സൈഡ് നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ മറ്റേ സൈഡും കൂടി നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. അപ്പം ആ ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. ഇപ്പം നമ്മളൊരു സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നോക്ക് നമ്മൾ തയ്ച്ചത് കറക്റ്റായിട്ടുണ്ടോ എന്ന് കണ്ടില്ലേ? ഇപ്പം എവിടെയും എക്സ്ട്രാ ഒന്നുമില്ല. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കാം. അത് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കേണ്ടത് കറക്റ്റായിട്ട് വെച്ച് നോക്കുക, എന്നിട്ട് തയ്ച്ചെടുക്കുക. നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. വാട്സപ്പ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ വാട്സപ്പ് നമ്പറാണ്, അതിന് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫീസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരും. ചുരിദാറിനും അതേപോലെ തന്നെ ബ്ലൗസ് ഓരോന്നിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം പറഞ്ഞു തരുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതേപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം നമ്മളിതിൻ്റെ ബെൽറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സായ ആളുകളാകുമ്പോൾ പ്രത്യേകിച്ചും അടിച്ച് ശീലമുള്ളവർക്ക് പ്രസ് ഡെലിവറി അരികുന്ന തുടങ്ങിയാലും മതി. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സെൻറ്റർ ഭാഗം, നമ്മളെ ഹുക്ക് വെക്കുന്ന ഭാഗം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ട്രൈ ചെയ്യുന്നത്. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മറ്റേ വശം കൂടി ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മളിത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ല ഭംഗിയുണ്ടാവും ഇതിട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് കാണിച്ചു തരാൻ. കണ്ട ഈ ഭാഗം തയ്ച്ചപ്പോൾ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ വൃത്തിയും നീറ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് കണ്ടില്ലേ? ഇനി ഭാഗ്യം കൂടി നമ്മൾ അടിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.